ഇന്ന് രുദ്രമോൾ ആദ്യമായി സ്കൂളിൽ പോകുന്ന ദിവസമാണ്. രാവിലെ നേരത്തെ വിളിച്ചെങ്കിലും വഴക്കൊന്നും ഉണ്ടാക്കാതെയാണ് സന്തോഷത്തോടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂളിൽ പോകണമെങ്കിൽ രാവിലെ പല്ല് തേപ്പും കുളിയൊക്കെ നടത്തണം. മോള് തന്നെയാണ് പല്ല് തേക്കുന്നത്. മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളത്തിലാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്. അമ്മാമ്മയാണ് മോളെ കുളിപ്പിക്കുന്നത്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് മോൾ ഈ ഫ്രോക്കാണ് ഇടുന്നത്, ലാവൻഡർ കളറ്. മോൾക്ക് ഈ ഫ്രോക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവളുടെ അപ്പ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുത്തതാണ്, മോളെ കൊണ്ടുപോയി വാങ്ങി കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രോക്ക്. അപ്പോൾ മോളുടെ മുടിയൊക്കെ ചീകി സ്ലൈഡൊക്കെ കുത്തി പൗഡറൊക്കെ ഇട്ട് ചെറിയ രീതിയിലുള്ള മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പുതിയ വളയൊക്കെ ഇട്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ മോള് റെഡിയായി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്ന് ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. രുദ്രമോളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ചപ്പാത്തി. അങ്ങനെ ചപ്പാത്തിയും 2 ചിപ്സും ഒക്കെ കഴിച്ച് മോൾ റെഡിയായിട്ടിരിക്കുകയാണ്. ഈ മോളുടെ സ്നാക്സ് ബോക്സ് റെഡിയാക്കാൻ പോകണേ. സ്നാക്സ് ബോക്സിൽ 4 ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും ഒരു കപ്പ് കേക്കുമാണ് വെച്ചിരിക്കുന്നത്. കപ്പ് കേക്ക് രുദ്രമോളുടെ ഫേവറേറ്റ് ആണ്. എന്നിട്ട് മോളുടെ വാട്ടർ ബോട്ടിലേക്ക് കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒക്കെ ഒഴിച്ച് കൊണ്ടുപോവാണ്. ഇന്ന് ഏതായാലും ലഞ്ച് കൊണ്ടുപോകണ്ട, ഉച്ച വരെ കാണത്തുള്ളൂ. ഇതാണ് മോളുടെ ബാഗ്. ബാഗിൽ വേറൊന്നുമില്ല, ഒരു സ്ലേറ്റും ഒരു ബുക്കും ഒരു ബോക്സും മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വേറൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങനെയെല്ലാം റെഡി ആയിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ളൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാനുള്ള സന്തോഷത്തോടെ മോൾ ഇറങ്ങി. അങ്ങനെ സ്കൂളിലെത്തിയപ്പോഴേക്കും അവിടെ പ്രവേശനോത്സവത്തിൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളെയും ആദ്യമായി വരുന്ന കുട്ടികളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു ചടങ്ങിലേക്കാണ് ഞങ്ങൾ ചെന്നത്. അങ്ങനെ രുദ്രമോൾക്കും സ്വീറ്റ്സൊക്കെ കിട്ടി. എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് ഹാളിലേക്ക് പോയി. അവിടെ ഉദ്ഘാടനവും അതിനോടൊപ്പം സമ്മേളനവും നടന്നു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മോൾക്ക് ബോറടിച്ചു. അവിടെ കുട്ടികളുടെ പാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് നേരം അവിടെ കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഒരു ഉച്ചയോടെ വീട്ടിലും എത്തി. അങ്ങനെ മോളും ഹാപ്പിയായി തിരിച്ചു വന്നു.